വളരെ വിലയേറിയതും വളരെ സങ്കീർണമായ ഒരു ഉപകരണത്തിൻ്റെ ആവശ്യമുണ്ട്. ആ ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ കൈ തന്നെയാണ്, സ്വയം കൈ തന്നെയാണ്. സ്വയം കണ്ടെത്തൽ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആദ്യമായി വരേണ്ടത്. അത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ അസുഖം പ്രാഥമിക കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാവരും എല്ലാ മാസവും ചെയ്യേണ്ട ഒന്നാണ്. അത് മാസമുറയ്ക്ക് ശേഷമാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത്. അത് 20 വയസ്സ് മുതലുള്ള സ്ത്രീകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് രണ്ടാമത്തേത് ഒരു ഡോക്ടറെ കൊണ്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോകുമ്പോഴോ എപ്പോഴും ഡോക്ടറെ കൊണ്ട് ഒരു പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്തേതാണ് മാമോഗ്രഫി. മാമോഗ്രഫി എല്ലാ വയസ്സിലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. 40 വയസ്സിന് ശേഷമുള്ളവരാണ് മാമോഗ്രഫി സ്ക്രീനിങ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേദനയില്ലാതെ സാവധാനം വളരുന്ന മുഴകൾ, വ്രണങ്ങൾ, വേദനകളുണ്ടെങ്കിൽ, മുലക്കണ്ണിലൂടെയുള്ള രക്തസ്രാവം, തുലിപ്പുറത്ത് വരുന്ന ചില വ്യതിയാനങ്ങൾ, വേദനയില്ലാതെ സാവധാനം വലുതായിക്കൊണ്ടിരിക്കുന്ന ചുവന്ന പാടുകൾ, മറുകളുണ്ടെങ്കിൽ ആ മറുകൾ പെട്ടെന്ന് വലുതാവുക, ആ മറിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ ആ മറിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുക, സ്തനത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും വരുന്ന വ്യത്യാസം, ഇവയെല്ലാം ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാകാം. അതുകൊണ്ട് തന്നെ സ്വന്തം സ്തനത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. അതിൽ വരുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഇത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. ഫലപ്രദമായ മുൻകരുതൽ തുടർച്ച